മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കി മലപ്പുറത്ത് എസ്എഫ്ഐ പ്രതിഷേധം. മലബാറിലേക്ക് അധിക ബാച്ചുകൾ അനുവദിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്ന് എസ്എഫ്ഐ അറിയിച്ചു. കുറെ നാളായി സമരം ചെയ്യാത്തവർ സമരം ചെയ്ത് ഉഷാറാവട്ടെ എന്ന് എസ്എഫ്ഐ വിദ്യാഭ്യാസ മന്ത്രി പരിഹസിച്ചു. +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രി വാക്ക് പാലിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു എസ്എഫ്ഐ മലപ്പുറം കളക്ടറേറ്റിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. 200-ലധികം എസ്എഫ്ഐ പ്രവർത്തകർ അണിനിരന്ന മാർച്ചിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധമിരമ്പി. കളക്ടറേറ്റിന് മുന്നിൽ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. +1 സീറ്റുകളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്കുകളെ എസ്എഫ്ഐ നേതാക്കളും ന്യായീകരിച്ചു. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടി നോക്കി സമരം ചെയ്യുന്നവരല്ല എസ്എഫ്ഐ എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ പറഞ്ഞു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ കാലത്തും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുമെല്ലാം എസ്എഫ്ഐ വിദ്യാർത്ഥി വിഷയങ്ങൾ ഉന്നയിച്ച് നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കി സമരം സംഘടിപ്പിക്കുന്നവരല്ല എസ്എഫ്ഐ എന്ന് ഇവിടെ മാധ്യമ പ്രവർത്തകരോട് സൂചിപ്പിക്കുകയാണ്. അതേസമയം എസ്എഫ്ഐയുടെ സമരത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരിഹസിച്ചു. എന്താണ് എസ്എഫ്ഐ മനസ്സിലാക്കിയതെന്ന് അറിയില്ലെന്നും തെറ്റിദ്ധാരണയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സമരം ചെയ്യാൻ അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, അത് ചെയ്തോട്ടെ. സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. അപ്പോൾ നമ്മുടെ ഉള്ള കേരളത്തിൻ്റെ സാഹചര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അവരും ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരും കാര്യങ്ങൾ പറയുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ വലിയ പോലീസ് സന്നാഹമുണ്ടായിരുന്നെങ്കിലും നേതാക്കളുടെ പ്രസംഗത്തോടെ എസ്എഫ്ഐ സമരം അവസാനിപ്പിച്ചു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധവുമായി എസ്എഫ്ഐയും രംഗത്ത് വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കാണേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.